ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ സെൻറ്റൻസുകളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാട്ടോ. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റായിട്ട് നമ്മളൊരാളെ കാണുകയാണെങ്കിൽ നമ്മളിങ്ങനെ ചോദിക്കാറുണ്ടല്ലോ, നിങ്ങൾ എന്നെ മുമ്പ് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എന്നെ മുമ്പ് കണ്ടിട്ടുണ്ടോ എന്നെങ്ങനെ ചോദിക്കുക. ഇത് നമ്മൾ നേരിട്ട്, അതായത് ഓൺ ദി സ്പോട്ടിൽ ഒരാളോട് ഡയറക്റ്റായിട്ട് ചോദിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഹാവ് യൂസ് ചെയ്തുകൊണ്ട് ചോദിക്കാനായിട്ട് പറ്റും. നിങ്ങൾ എന്നെ മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഹാവ് യു സീൻ മീ, നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ? ബിഫോർ, മുമ്പ് അല്ലേ? ഹാവ് യു സീൻ മീ ബിഫോർ, നിങ്ങൾ എന്നെ മുമ്പ് കണ്ടിട്ടുണ്ടോ? നമ്മൾ നേരിട്ട് ചോദിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ്, ഞാൻ നിങ്ങളെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ നിങ്ങളെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതെങ്ങനെയാ പറയാ? ഐ ആം മീറ്റിംഗ് യു ഫോർ ദ ഫസ്റ്റ് ടൈം. ഐ ആം മീറ്റിംഗ് യു, ഞാൻ കാണുന്നത് അല്ലെങ്കിൽ ഞാൻ കാണുകയാണ്. ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് കാണുകയാണ് എങ്ങനെയും പറയാം. ഐ ആം മീറ്റിംഗ് യു ഫോർ ദ ഫസ്റ്റ് ടൈം. ഐ ആം മീറ്റിംഗ് യു ഫോർ ദ ഫസ്റ്റ് ടൈം, ഞാൻ നിങ്ങളെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചോദിക്കാറ്? നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ? നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ? സിമ്പിളായിട്ട് ചോദിക്കാനായിട്ട് പറ്റും. നമ്മളെപ്പോഴും ഒരാളോട് നിങ്ങൾക്കറിയുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടോ ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ ഡു യു അണ്ടർസ്റ്റാൻഡ് മീ, ഡു യു അണ്ടർസ്റ്റാൻഡ് മീ, ഡു യു അണ്ടർസ്റ്റാൻഡ് മീ, നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ? അപ്പോൾ നമുക്ക് വലിയ പരിചയമൊന്നുമില്ല, നമ്മളിങ്ങനെ പറയും എവിടെയോ കണ്ട പോലെ തോന്നുന്നു, എവിടെയോ കണ്ട പോലെ തോന്നുന്നു. ഇത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെയോ കണ്ട പോലെ തോന്നുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ലുക്സ് ലൈക്ക് സീൻ അല്ലേ? എവിടെയോ, സംവേർ, സംവേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയോ എന്നാണ്. അപ്പം ലുക്സ് ലൈക്ക് സീൻ സംവേർ, എവിടെയോ കണ്ട പോലെ തോന്നുന്നു. അപ്പോൾ നമുക്കൊരു സംശയം വെച്ച് നമ്മൾ ചോദിക്കും, നിങ്ങൾ മുമ്പ് കോഴിക്കോട് ആയിരുന്നോ? നിങ്ങൾ മുമ്പ് കോഴിക്കോട് ആയിരുന്നോ എന്നെങ്ങനെ ചോദിക്കാം? നിങ്ങൾ മുമ്പ് കോഴിക്കോട് ആയിരുന്നോ എന്ന് ചോദിക്കണമെങ്കിൽ ഇതും നമ്മൾ ഓൺ ദ സ്പോട്ടിൽ ചോദിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കവിടെ ഹാവ് യൂസ് ചെയ്തുകൊണ്ട് ചോദിക്കാം. ഹാവ് യു ബീൻ ടു കോഴിക്കോട് ബിഫോർ? ഹാവ് യു ബീൻ ടു കോഴിക്കോട് ബിഫോർ? നിങ്ങൾ മുമ്പ് കോഴിക്കോടായിരുന്നോ? ഓക്കെ, ഞങ്ങൾ കോട്ടയത്തായിരുന്നു, ഇപ്പോൾ 2 വർഷമായി ഇവിടെ താമസിക്കുന്നു. ഞങ്ങൾ കോട്ടയത്തായിരുന്നു, ഇപ്പോൾ 2 വർഷമായി ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എങ്ങനെ പറയാം? അതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അവിടെയാണ് നമ്മൾ ഹാവ് ബീൻ എന്ന് യൂസ് ചെയ്യേണ്ടത് അല്ലേ? ഇപ്പം 2 വർഷമായിട്ട് ഇവിടെയാണ് എന്നാണ്, അതായത് ഈ ഒരു താമസം കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഹാവ് ബീൻ എന്ന് യൂസ് ചെയ്യണം അല്ലേ? അപ്പം എങ്ങനെ പറയാം? ഞങ്ങൾ കോട്ടയത്തായിരുന്നു, ഇപ്പോൾ 2 വർഷമായി ഇവിടെ താമസിക്കുന്നു. ഓക്കെ, എങ്ങനെ പറയണം? ഞങ്ങൾ കോട്ടയത്തായിരുന്നു. വി വേർ ഇൻ കോട്ടയം, വി വേർ ഇൻ കോട്ടയം, ഞങ്ങൾ കോട്ടയത്തായിരുന്നു. ആൻഡ് ഹാവ് ബീൻ ലിവിങ് ഹിയർ ഫോർ 2 years now. വി വേർ ഇൻ കോട്ടയം, ഞങ്ങൾ കോട്ടയത്തായിരുന്നു. ആൻഡ് ഹാവ് ബീൻ ലിവിങ് ഹിയർ ഫോർ 2 years now. ഇപ്പോൾ 2 വർഷമായി ഇവിടെ താമസിക്കുന്നു. അപ്പോൾ ഞങ്ങൾ കോട്ടയത്തായിരുന്നു, ഇപ്പോൾ 2 വർഷമായി ഇവിടെ താമസിക്കുന്നു എന്ന് പറയണമെങ്കിൽ വി വേർ ഇൻ കോട്ടയം ആൻഡ് ഹാവ് ബീൻ ലിവിങ് ഹിയർ ഫോർ 2 years now. ഓക്കെ, നെക്സ്റ്റ്, നിങ്ങൾക്ക് എൻ്റെ വീട് അറിയുമോ അല്ലേ? നിങ്ങൾക്ക് എൻ്റെ വീട് അറിയുമോ? ഇതെങ്ങനെ ചോദിക്കുക? സിമ്പിളായിട്ട് ചോദിക്കാനായിട്ട് പറ്റും അല്ലേ? നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഡു യു നോ മൈ ഹൗസ്, ഡു യു നോ മൈ ഹൗസ്. ഡു യു നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമോ? മൈ ഹൗസ്, എൻ്റെ വീട്. സിമ്പിൾ അല്ലേ? ഇവിടെ നിന്ന് 2 സ്റ്റോപ്പ് ദൂരമുണ്ട് എന്നെങ്ങനെ പറയാ? ഇവിടെ നിന്ന് 2 സ്റ്റോപ്പ് ദൂരമുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് it is 2 stops away. It is 2 stops away from here. It is 2 stops away from here. ഇവിടെ നിന്ന് 2 സ്റ്റോപ്പ് ദൂരമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസുകളാണ്. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
അതോടൊപ്പം ബെല്ലൈക്കണും ഓൺ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതിൽ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.